പയ്യപ്പ് വിളക്കുകൾ നടക്കുന്നു. എല്ലാവരും ശബരിമലയിലേക്ക് പോവാൻ തയ്യാറെടുക്കുക. അത്ര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര പുണ്യമാക്കപ്പെട്ട അവരുടെ സ്ഥലം, ഏറ്റവും ദൈവികമായിട്ട് അവർ കാണുന്ന സ്ഥലം, ദൂരം അത്രയും താണ്ടി കാനനപാതയും താണ്ടി 18-ാം പടിയും ചവിട്ടി അവിടെ ചെന്ന് അവിടെ ഇരുന്ന് തൊഴുകൈകളോടെ നിറകണ്ണുകളോടെ അവിടെ നിന്ന് അയ്യന് മുമ്പിൽ പ്രാർത്ഥിച്ച് അവനവന്റെ സങ്കട കടലിറക്കി വെച്ച് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അച്ഛനമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കുടുംബം നന്നാവണേ എന്ന് നൊന്തുരുകി പ്രാർത്ഥിക്കുന്ന, അങ്ങനെ നൊന്തുരുകി പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ, അവർക്ക് എത്ര പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് ശബരിമല. അവരെത്ര എത്ര എത്ര വിശുദ്ധിയോടെ കാണുന്ന സ്ഥലമാണ് ശബരിമല. ആ ശബരിമലയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്ന്, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഇടം, കോടിക്കണക്കിന് ആളുകൾ വന്നിട്ടുള്ള ഇടം, അവിടെ കയറി കക്കാൻ മടിക്കാത്തവരെ ജനം ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഈ നാട്ടിലെ സാധാരണക്കാരൻ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരു സന്ദേശം അവർക്ക് നൽകണം. ആ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം മറ്റൊന്നും ആയിരിക്കരുത്. തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശങ്ങളിൽ ഒന്ന്, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അയ്യന്റെ സ്വത്ത്, അയ്യന്റെ സ്വർണം കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ള ബോർഡല്ല എന്ന് നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറ്റണം. ഒരുപാട് കാര്യങ്ങൾ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ പറയാനുണ്ട്. എന്നോട് ഇവിടെ ആളുകൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു തീരദേശ മേഖലയിലെ കാര്യങ്ങൾ എന്താ പറയേണ്ടത്? ഒറ്റ വാക്കിൽ അവർ പറഞ്ഞ ഉത്തരം, ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്ത് തീരദേശത്തെ ആനുകൂല്യങ്ങൾ അത് പുനഃസ്ഥാപിച്ച് തന്നാ മതി എന്ന് ഒരു മേഖല കുറെ അവഗണിക്കപ്പെടുന്നു. ഞാൻ പറയുന്നു, വർഗ്ഗക്കാർ നന്നായി നന്നാവുന്നുണ്ട്, കുടുംബവും മക്കളും ഒക്കെ നന്നാവുന്നുണ്ട്, കാറ് വേറെ വാങ്ങുന്നുണ്ട്, ഓർക്ക് നല്ല വരുമാനമുണ്ട്, കേസ് വന്നാലും മറ്റൊരു നടപടിയൊന്നും എടുക്കൂല, രണ്ടാളും അളിയനും അച്ഛനും ആണ്, തമ്പിയാണ്, അളിയനും തമ്പിയാണ്, രണ്ടുപേരും. നിങ്ങൾക്ക് പറയാം അവരുടെ ഡീലിംഗ് നടക്കുന്നുണ്ട്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട്. ഇയാളുടെ കേസ് അവിടെ വരുമ്പോൾ എപ്പോഴും അവിടുത്തെ വക്കീലിന് വയറുവേദന വരും, അല്ലെങ്കിൽ പനി വരും, അവരെ ഹാജരാവില്ല. ഇവിടുത്തെ ഇപ്പുറത്തേക്ക് കേസ് കുഴൽപ്പണം സുരേന്ദ്രന്റെ കേസ് വന്നാലും ആ കേസും ഇവിടെ നടപടിയാവില്ല. BJPക്ക് ഇപ്പൊ കേരളത്തിൽ ഭരണമാണെന്ന് പോലും ആഗ്രഹമില്ല. അവരെന്നെ ആലോചിക്കുന്നത് അവർ ഭരിക്കുന്നതിനേക്കാളും നന്നായി അവരുടെ അജണ്ട സഖാവ് പിണറായി വിജയന്റെ സമയത്ത് നടപ്പിലാകും. ഇതൊരു എതിർപ്പുള്ളവർ അവരുടെ പാർട്ടിക്കാർക്കുണ്ട്. അതാണ് PMC വിവാദം ഉണ്ടായപ്പോ ടി രാജ അറിയാതെ, ആനി രാജ അറിയാതെ, MA ബേബി അറിയാതെ, ബിനോയ് വിശ്വം അറിയാതെ, മന്ത്രിസഭയിലെ 4 അംഗങ്ങൾ അറിയാതെ മോഡിയെ കണ്ടതിന്റെ 6-ാം പക്കം രാത്രിക്ക് രാത്രി അത് ഒപ്പിട്ട് കൊടുത്തു. ഇവിടുത്തെ CPM-ന്റെ ഗവൺമെന്റിന്, ഇവിടുത്തെ ഇടത് ഗവൺമെന്റ് ഒപ്പിട്ട് കൊടുത്തു. അവർക്ക് ന്യായീകരിക്കാൻ കഴിയുമായിരുന്നില്ല. SFI-കാരോട് AYF-കാരൻ പറഞ്ഞത്, നിങ്ങൾ പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോൾ മുണ്ടെടുക്കണ്ട, മുണ്ട് മടക്കി കുത്തേണ്ടി വന്നാൽ നിങ്ങളുടെ കാവിക്കളസം പുറത്തു കാണുമെന്ന് CPI-കാരോട് പറയുന്നത് നിങ്ങൾ കേട്ടു. അവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ BJPക്കും RSSനും വേണ്ടി എടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതത് പാർട്ടിയിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ അവർ പ്രകടനം വിളിക്കുന്നതും പോസ്റ്റ് ഒട്ടിക്കുന്നതും വോട്ട് ചോദിക്കാതിരിക്കുന്നു വേണ്ട. എത്തിച്ച് ഞാൻ കൂത്തുപറമ്പിൽ ഒരു ബൂത്തിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ കാല് വിട്ടിട്ട് കൊത്തുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ബൂത്തിൽ സ്ഥാനാർത്ഥിക്ക് വന്നിരുന്ന കാല് കൊത്തുന്നുണ്ട്, അല്ലാതെ കാല് കൊത്തുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ ഇതൊന്ന് ഇന്ത്യയിലല്ലേന്ന് ചോദിച്ചു. പാലക്കലുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇന്ത്യയിലല്ലേന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് കുറെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു 150 വോട്ട് ലീഡ്, അവർക്ക് 200 വോട്ട് ലീഡ്, അവർക്ക് 300 വോട്ട് ലീഡ്, അവർക്ക് 400 വോട്ട് ലീഡ്, 450 വോട്ട് ലീഡ്. അങ്ങനെ ലീഡുള്ള സ്ഥലമാണ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മുടെ ബൂത്തുകളെ പറ്റി ആൾക്കാർ പറയും, മുസ്ലിം ലീഗിന്റെ ഈ നേതാവിന്റെ ബൂത്താണ്, കോൺഗ്രസിന്റെ മറ്റേ നേതാവിന്റെ ബൂത്താണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ ബൂത്താണ്, മണ്ഡല പ്രസിഡന്റിന്റെ ബൂത്താണ്, ബ്ലോക്ക് പ്രസിഡന്റിന്റെ ബൂത്താണ് എന്നൊക്കെയാണ് നമ്മുടെ ബൂത്തുകളെ പറ്റി പറയാം. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയും, ഇത് മറ്റേ ഗുണ്ടയുടെ ബൂത്താണ് എന്നുള്ളതാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ബൂത്തിൽ കയറി ഇത് ചോദിക്കാൻ പാടില്ലല്ലോ, ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ എൻ്റെ കാല് ഇവിടെ ഇട്ട് കൊത്തുന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ കണക്ക് മേടിച്ചിട്ട് തന്നെ ഞാൻ ഇറങ്ങി. എന്നാൽ പിന്നെ അത് കഴിയട്ടെ എന്ന് പറഞ്ഞു. അവിടുന്ന് കണക്കൊക്കെ മേടിച്ചിറങ്ങി വോട്ട് എണ്ണിയപ്പോഴാണ് മനസ്സിലായത്, ഈ കാല് കൊത്തുന്ന് പറഞ്ഞാൽ വരെ നമുക്കാണോ വോട്ട് ചെയ്തിരിക്കുന്നുള്ളൊരു സംശയം എനിക്കില്ലാതില്ല. അതുകൊണ്ട് അവരോട് വോട്ട് ചോദിക്കാതിരിക്കേണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കും വലിയ പ്രതിഷേധം, ആശയപരമായി CPM-നെ BJP-യുമായി അടുപ്പിക്കുന്ന നയങ്ങൾക്കെതിരെ അവർക്കുണ്ട്. അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തപ്പോൾ ലേബർ കോഡ് വന്നു. TP രാമകൃഷ്ണൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല ചട്ടങ്ങൾ തയ്യാറാക്കിയതെന്ന്. അപ്പോൾ അവിടെ നിയമം ഉണ്ടാക്കുമ്പോൾ ഇവിടെ ചട്ടങ്ങൾ തയ്യാറാക്കി കാത്തു നിൽക്കുന്ന ഒരു സർക്കാരായി ഇവരെ മാറുകയാണ്. വിലക്കയറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ, തീരദേശത്തെ പ്രശ്നങ്ങൾ, കോർപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ ഇത്രയും ദിവസം പ്രചരണ വിഷയമായതുകൊണ്ട് ഞാൻ അടുത്ത പരിപാടി എനിക്ക് 4:30 ആകുമ്പോഴത്തേക്കും എത്തേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കിത് കഴിഞ്ഞാൽ ഇനി ഒരു 11 പരിപാടിയും കൂടി ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക,
വരുത്തിയ ഈ നാട്ടിൽ ഒരു മാറ്റം നല്ലതാണ് എന്നുള്ളത് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ജനങ്ങൾക്കിടയിലേക്ക് ആർജവത്തോടെ ഊർജത്തോടെ ഇറങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഇവരല്ല സ്ഥാനാർത്ഥികൾ, നമ്മളാണ് സ്ഥാനാർത്ഥികൾ. ഒന്നിച്ചിറങ്ങുക, വിജയത്തിന് വേണ്ടി പോരാടുക, ഉജ്ജ്വലമായ വിജയമുണ്ടാക്കുക. നമ്മുടെ റോഷന്റെ വീട് എവിടെയാണ്? ഫുട്ബോൾ ഞാൻ ഇതിന് മുമ്പ് ഇവിടെ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ആ വീട്ടിൽ അവിടെ പിന്നെ സുരേന്ദ്ര മരിച്ച വീട്ടിൽ അന്ന് ഞാൻ അന്നവിടെ റോഷന്റെ വീട്ടിൽ റോഷന്റെ ഉമ്മ ഇവിടെ ഉണ്ടോ? അവരവിടെ ഉണ്ടോ? അപ്പം ഞാൻ അന്വേഷിച്ചു പറയണം കേട്ടോ. റോഷന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല ഇപ്പം റോഷനെ പോലെ അഭിമാനമായി മാറിയ ചെറുപ്പക്കാരുണ്ടാവുന്ന നാടാണ്. ഇവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകുന്ന വെച്ചാൽ എപ്പോഴും കൊച്ചിയിൽ നടത്തണോ തിരുവനന്തപുരത്ത് നടത്തണോ? 48 വർഷം. എത്ര വർഷം റമീസ കോർപ്പറേഷൻ ഭരിച്ച്? 4-5 പതിറ്റാണ്ട് കോർപ്പറേഷൻ ഭരിച്ചിട്ട് ഒരു നല്ല സ്റ്റേഡിയം, ഒരു ഇൻ്റർനാഷണൽ കളി നടത്താൻ. എന്നാൽ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് MLA-മാരുടെ ഭൂരിപക്ഷം എത്ര കാലമായിട്ട് അവർക്കാണ് MLA-മാരുടെ ഭൂരിപക്ഷം? എത്ര കാലമായിട്ട്? അത്രയും മേൽക്കോയ്മ കോഴിക്കോട്ടെ ജനങ്ങൾ അവർക്ക് കൊടുത്തതിന് തിരിച്ച് ജനങ്ങൾക്ക് അവർ നൽകിയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് പരിശോധിച്ചാൽ ഇല്ല. ഒരു മാറ്റത്തിന് സമയമായി. അതിന് നേതൃത്വം നൽകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഞാൻ പോയി അടുത്ത നേരം വൈകിക്കുന്ന ആൾക്കാരെ ചീത്തൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, ആശംസകൾ നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഹൃദയാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. അടുത്തതായി നന്ദി പ്രകടനം